ഹായ് എവരിവൺ. ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെ സമീപിക്കുന്നു, ഓരോ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ അതിനെ ഞാൻ എങ്ങനെ നേരിടുന്നു എന്നുള്ള കുറച്ച് ലൈഫ് ലെസൺസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഫസ്റ്റ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഞാൻ ഇമോഷണലി ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു ഡൗൺ സിറ്റുവേഷനിലാണ്, ഞാനിപ്പോൾ സങ്കടത്തിലാണ്, ഇല്ലെങ്കിൽ ഞാൻ ദേഷ്യത്തിലാണ്, എൻ്റെ ഇമോഷൻ എന്താണോ അതിനെ ഞാൻ ഫസ്റ്റ് അനലൈസ് ചെയ്യും. എല്ലാ മനുഷ്യനും ഇമോഷണലി ഡൗൺ ആവാം, ഇല്ലെങ്കിൽ ചില സമയത്ത് സങ്കടം വരാം, ദേഷ്യം വരാം. ഇതൊക്കെ നോർമൽ, ഹ്യൂമൻ ബീങ്സിന് നോർമൽ ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റൊക്കെ ഞാൻ വറീഡ് ആകുമായിരുന്നു. അപ്പോൾ ഈ വറീഡ് ആകുമ്പോൾ നമ്മുടെ സെൽഫ് ലവ് ഒക്കെ വളരെ കുറഞ്ഞു, നമ്മുടെ വാല്യൂ അവിടെ പോകും, നമുക്ക് സെൽഫ് വർത്ത് അവിടെ പോകും. അപ്പോൾ ഏത് ഇമോഷനാണോ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്, ഏത് സിറ്റുവേഷനിലാണോ, ഏത് പ്രോബ്ലമാണോ നമ്മൾ ഫേസ് ചെയ്യുന്നത്, ആ ഒരു സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇമോഷനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. പ്രോബ്ലം എന്താണ്, എന്തുകൊണ്ട് ഇത് വന്നു, എങ്ങനെ ഇത് വന്നു, ഏത് സിറ്റുവേഷനിലാണ് ഇത് വന്നത്, ഇതാരുമായിട്ടുള്ള പ്രോബ്ലമാണ് എന്നുള്ള രീതിയിൽ ആ ഒരു പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യുക. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നത്തിനെ ഒന്ന് പുറത്ത് നിന്നിട്ടൊന്ന് നോക്കി കാണാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ ഒരു ടേബിളിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഒരു ഉറുമ്പ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ പുറത്ത് നിന്ന് ശരിക്കും നോക്കി കാണാൻ പറ്റും. പക്ഷെ ആ ഒരു ഉറുമ്പ് ആ ഒരു ടേബിളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഉറുമ്പിന് അത് വലിയൊരു ദൂരമായിട്ടായിരിക്കും തോന്നുക. അപ്പോൾ അവിടെ ചെറിയൊരു വാട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എങ്ങനെ എത്തും എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു ഉറുമ്പിനെ ഫീൽ ചെയ്യുക. നേരെ മറിച്ച് ജസ്റ്റ് ഒന്ന് മാറി നിന്നിട്ട് ആ പ്രോബ്ലത്തിൻ്റെ പുറത്ത് നിന്നിട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ, എന്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലായാലും എനിക്ക് ഒരിക്കലും അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാനൊന്ന് പുറത്ത് നിന്നിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ഒന്ന് അനലൈസ് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് എന്തെങ്കിലും ലെസൺസ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ പുറത്ത് നിന്നിട്ട് നമ്മൾ വാച്ച് ചെയ്യുക. നമുക്ക് ശരിക്കും ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ അടുത്തേക്ക് ഒരാൾ ഒരു പ്രശ്നമായിട്ട് വന്നു, നമ്മുടെ കസിൻ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അവർ വന്നിട്ട് നമ്മുടെ അടുത്ത് ഈ പ്രശ്നം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ പറയാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മൾ ആ ഒരു പ്രശ്നത്തിൻ്റെ ഉള്ളിലല്ല, നമ്മൾ പുറത്ത് നിന്നാണ് ആ ഒരു പ്രശ്നത്തെ കാണുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ പ്രോബ്ലം ആണെങ്കിൽ നമുക്കിതുപോലെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് അതിനെ കാണുമ്പോൾ മാത്രമാണ് അതിന് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിൻ്റെ ഉള്ളിലായി ആ ഒരു ഇമോഷനിൽ നിൽക്കാതെ ജസ്റ്റ് ഒന്ന് എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോൾ, ആരുമായിട്ട്, ഇതിൽ മാറ്റം വരുത്താനുണ്ട്, അല്ലെങ്കിൽ എന്ത് ലെസൺ ഇതിൽ നിന്ന് എടുക്കാനുണ്ട്, ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ ഇതൊന്നും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ 86,400 സെക്കൻഡ്, ഈ ഒരു 400 സെക്കൻഡിൽ നിന്ന് 20 മിനിറ്റ് ഇല്ലെങ്കിൽ 20 സെക്കൻഡ് ഇല്ലെങ്കിൽ ഒരു 100 സെക്കൻഡ് ഒരാളിൽ നിന്ന് നമുക്ക് മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, ബാക്കിയുള്ള 86,300 സെക്കൻഡ് നമ്മൾ നശിപ്പിച്ച് കളയാണ് ആ ഒരു കാര്യം ആലോചിച്ചുകൊണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇനിയുള്ള ബെസ്റ്റ് മൊമെൻറ്റ്, ആ ഒരു മൊമെൻറ്റ് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്ത് കടന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഉള്ളിൽ നിന്നാൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ ലെസൺ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നമുക്ക് വരുന്ന ഓരോ ഇമോഷനും അനലൈസ് ചെയ്യുക. രണ്ടാമത്, ആ ഒരു പ്രോബ്ലത്തിനെ പുറത്ത് നിന്നിട്ട് അതിനെ വിലയിരുത്തുക. അതിൽ നിന്ന് എന്തൊക്കെ കിട്ടാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തുക. അക്സെപ്റ്റ് ചെയ്യുക, ആ ഒരു പ്രോബ്ലം എനിക്കുണ്ട്, അതിനെ പൂർണ്ണമായിട്ട് നമ്മുടെ ലൈഫിനെ, പ്രോബ്ലത്തിനെ എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. എൻജോയ് എവറി മൊമെൻറ്റ്. താങ്ക് യു സോ മച്ച്.